ശരീരത്തിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടുന്നതിനനുസരിച്ച് ഇൻഫ്ലമേഷൻ കൂടുക, അതുപോലെ കാർഡിയോവാസ്കുലർ ഡിസീസ്, ന്യൂറോ ഡീജനറേറ്റീവ് ആയ ഡിസീസസ്, അതായത് പാർക്കിൻസൺസ്, അൾഷൈമേഴ്സ്, അതുപോലെ PCOS, PCOD, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഡിസീസസ് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കാരണം ഉണ്ടാകാം. എന്താണ് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്? നമുക്കൊന്ന് നോക്കിയാലോ. നമ്മുടെ എല്ലാ സെൽസിലും മെറ്റബോളിസം നടക്കുന്നുണ്ട്. ഈ മെറ്റബോളിസത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കോമ്പൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിലൊരെണ്ണമാണ് ഫ്രീ റാഡിക്കൽസ്. ഫ്രീ റാഡിക്കൽസ് കുറച്ചുകൂടി ഹാംഫുൾ ആയിട്ടുള്ള ഒരു ബൈ പ്രൊഡക്റ്റാണ്. ഇത് മറ്റ് സെൽസിനെ, DNA, പ്രോട്ടീനെയൊക്കെ അതിൻ്റെ ഇലക്ട്രോലൈറ്റ്സിനെ അബ്സോർബ് ചെയ്തിട്ട് നശിപ്പിച്ച് കളയും. ഈ ഫ്രീ റാഡിക്കൽസിനെ നമ്മുടെ ബോഡി തന്നെ തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ആൻറ്റി ഓക്സിഡൻസിനെ ഉണ്ടാക്കുന്നത്. എന്നാൽ എന്തെങ്കിലും കാരണം മൂലം ഈ ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയുകയാണെങ്കിൽ ഈ ഫ്രീ റാഡിക്കൽസിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും അത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന അവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യും. ഈ ആൻറ്റി ഓക്സിഡൻസ് കുറച്ചൊക്കെ നമ്മുടെ ബോഡി ഉണ്ടാക്കുകയെങ്കിലും ബാക്കിയെല്ലാം നമുക്ക് സപ്ലിമെൻറ്റ്സിലൂടെ എടുക്കേണ്ടതാണ്, അതായത് ഫുഡിലൂടെ നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരേണ്ടതാണ്.